വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ സുഖമായിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ ഹാപ്പി ദിവാലി. എല്ലാവരും അടിച്ചു പൊളിക്കായിരിക്കും എനിക്കറിയാം. സ്വീറ്റ്സ് ഒക്കെ ഇട്ട് ഞാനിങ്ങനെ മട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒഴിച്ചേറിയായിട്ട് വരാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ തക്കാളി ആൻഡ് മുരിങ്ങക്കായ ഒഴിച്ചേറി ആയിട്ടാണ്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, അതേസമയം നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് മുരിങ്ങക്കായ തക്കാളി ഒഴിച്ചേറി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് മുരിങ്ങക്കായും തക്കാളിയും ഒഴിച്ചേറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ 3 മുരിങ്ങക്കായ തൊലിയൊക്കെ കളഞ്ഞ് ഒരു മീഡിയം പീസായിട്ട് മുറിച്ച് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 തക്കാളി, നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ ഒരു വലിയ തക്കാളി എടുത്താൽ മതി. ഓക്കെ, പിന്നെ എനിക്ക് ഈ കറിക്ക് കുറച്ച് പുളിയുള്ളതാണ് ഇഷ്ടം. അപ്പോൾ അഥവാ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ തക്കാളി അധികം ഇല്ലയെന്നുണ്ടെങ്കിൽ തക്കാളിക്ക് പകരമായിട്ട് പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് പുളി, സാധാരണ പുളി പിഴിഞ്ഞ് ഒഴിച്ചാലും മതിയാവും. ഓക്കെ, പിന്നെ അതിലേക്ക് വേണ്ടത് 2 പച്ചമുളക്, ഒരു ചെറിയ സവാളയുടെ പകുതി പോർഷൻ, അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഒരു 3-4 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് 2 ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ നമുക്കിനി ഒരു കുക്കർ എടുക്കാം. ആ കുക്കറിലോട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി, പിന്നെ കറിക്കൊരു ചൊടി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതായത് ഒരു ടേസ്റ്റ് കൂടണമെങ്കിൽ ഇത്തിരി പുളി വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് തക്കാളിയുടെയും അല്ലെങ്കിൽ പുളിയുടെ എണ്ണത്തിന് മാറ്റം വരുത്തുക. പിന്നെ ഞാനിതിൽ ഇപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സവാള, പകുതി സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് 2 പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. മുറിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുളക് പൊടി. നല്ല മുളക് പൊടിയാണ്, ഒരു 1/2 ടീസ്പൂണേക്കാൾ കുറച്ച് കുറവ് കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരുപാട് എരിവിടണ്ട. പിന്നെ അതുപോലെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇത്രയാണ് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് ഒഴിച്ച് നോക്കിയാൽ തന്നെ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഒരു ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസും കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ മൊത്തത്തിൽ ഞാനിപ്പോൾ 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നാളികേരം അരച്ചൊഴിക്കുന്ന സമയത്ത് നോക്കിയിട്ട് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഒരുപാട് ഒഴിക്കേണ്ട, കാരണം പുറത്തേക്ക് തൂറ്റി പോകും അല്ലെങ്കിൽ. അപ്പോൾ ഇനി അടച്ചു വയ്ക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു വിസിൽ വന്ന് ആവിയെല്ലാം പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഒരു വിസിൽ വന്നിട്ടാ ഞാൻ ഓഫ് ചെയ്യാണേ. നമുക്കിനി ഇത് അടപ്പ് മാറ്റി വയ്ക്കാം. ഇതിലത്തെ കംപ്ലീറ്റ് പ്രഷർ മാറിയതിന് ശേഷം മാത്രം തുറക്കാം. ഇപ്പം നിങ്ങൾക്ക് ഉണ്ടല്ലോ ഇത് കൂടുതൽ, ഇപ്പോൾ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്, അങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കൊഴുപ്പ് വേണം, ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ഗ്ലാസോളം പരിപ്പ്, അതായത് തൂരപ്പരിപ്പില്ലേ, സാധാരണ സാമ്പാർ പരിപ്പ്, ഒന്ന് ആദ്യം തന്നെ ഒരു 10-15 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. അതായത് ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ തൂരപ്പരിപ്പ് ഒരു വിസിലടിച്ച് കുക്ക് ചെയ്യുക. അതിനുശേഷം പിന്നെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടിട്ട് വീണ്ടും ഒരു വിസിൽ വെക്കുക. അപ്പോൾ മൊത്തത്തിൽ 2 വിസിൽ വെച്ച് അടിക്കുക. ഞാനിപ്പോൾ ഇതിൽ തൂരപ്പരിപ്പ് ഇട്ടിട്ടില്ല എന്ന് മാത്രം. തൂരപ്പരിപ്പ് ഇടുകയാണെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും, കുറച്ചും കൂടെ കൊഴുപ്പ് കൂടുതൽ കിട്ടുകയും ചെയ്യും കേട്ടോ. നിങ്ങൾക്കിപ്പോൾ പരിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലത്തെ പ്രഷർ മാറുമ്പോഴേക്കിനും നമുക്ക് കുറച്ച് നാളികേരം അരച്ചെടുക്കണം. ഇത് തേങ്ങ ചേർത്തിട്ടുള്ള കറിയാണ്. അപ്പോൾ തേങ്ങ ചേർക്കാത്ത കുമ്പളങ്ങ കറി കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇട്ടുണ്ടായിരുന്നു, അത് കാണാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഒരു ചെറിയ മിക്സിയുടെ ബൗളിലോട്ട് 4 ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് ഞാൻ കൊണ്ടുവരാം. എന്നിട്ട് അതിൻ്റെ പ്രഷർ മാറിയതിന് ശേഷം മാത്രം നാളികേരം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങ് തിളപ്പിച്ച് കൊടുക്കാം. ഓക്കെ, അരച്ച് കൊണ്ടുവരാം കേട്ടോ. ഒരുപാട് വെള്ളം ചേർത്ത് ഒരിക്കലും അരയ്ക്കാൻ പാടില്ല, അപ്പം നന്നായി അരഞ്ഞ് കിട്ടില്ല. ഓക്കെ, തേങ്ങ ഞാനിപ്പോൾ നല്ല നൈസായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ തേങ്ങ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഫ്രീസറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് അരയ്ക്കാൻ പാടില്ല. ഫ്രീസറിൽ നിന്ന് എടുത്ത് തണുപ്പ് പോയതിന് ശേഷം റൂം ടെമ്പറേച്ചർ ആക്കിയതിന് ശേഷം മാത്രം അരയ്ക്കാൻ പാടുള്ളൂ. അല്ലാതെ ഫ്രീസറിൽ നിന്ന് എടുത്ത തേങ്ങ ഡയറക്റ്റായിട്ട് എടുത്ത് അരയ്ക്കുകയാണെങ്കിൽ, കറിയിൽ ചേർക്കുകയാണെങ്കിൽ കറി അങ്ങനെ പിരിഞ്ഞു പോകും. അത് എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ്. എന്നിട്ട് പോലും ചില കുട്ടികൾ ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഫ്രീസറിൽ നിന്ന് തേങ്ങ എടുക്കുക, അതിനുശേഷം അല്ലെങ്കിൽ നല്ല തിളപ്പിച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ തണുപ്പ് കംപ്ലീറ്റ് മാറ്റിയെടുക്കുക. അതല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക. ഏതെങ്കിലും രീതിയിൽ നമ്മൾ തണുപ്പ് മാറ്റാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ തേങ്ങ നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്കിനി കുക്കറിലത്തെ കംപ്ലീറ്റ് ആവി പോയതിന് ശേഷം ഓപ്പൺ ചെയ്യാം. അത് കുക്കറിൽ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കണം. അഥവാ കുക്കായിട്ടില്ലെങ്കിൽ ഒരു വിസിലും കൂടെ വെക്കേണ്ടി വരും. നമുക്ക് കുക്കായെന്ന് നോക്കാം. എല്ലാം നല്ല അടിപൊളിയായി കുക്കായിട്ടുണ്ട്. അതേപോലെ തന്നെ മുരിങ്ങക്കായ എടുത്ത് നോക്കാം. മുരിങ്ങക്കായ ചിലത് ഭയങ്കര മൂത്ത മുരിങ്ങക്കായ ആയിരിക്കും, പക്ഷെ ഇത് നല്ല ഇളയ മുരിങ്ങക്കായ ആയതുകൊണ്ട് അതിൻ്റെ നിന്ന് വഴുതി പോകും.
ഒളിക്കളിക്കിട കുട്ടി രാമ അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. അതിന് ഓവറായിട്ട് അങ്ങ് ഉടഞ്ഞു പോയിട്ടുമില്ല, കാണാൻ നല്ല ഭംഗിയായിട്ട് കിടപ്പുണ്ട്. ഞാനിനി ഇത് തീ ഓൺ ചെയ്യാണ്. തീ ഓൺ ചെയ്തതിന് മീഡിയം ഫ്ലെയിമിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് തേങ്ങ ചേർക്കാറുള്ളൂ കേട്ടോ, ഒരുപാട് തേങ്ങ ചേർക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ മതി എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്താലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതും ഒരു പ്രത്യേക ടേസ്റ്റാണ്. തേങ്ങ അരച്ച് ചേർക്കാം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം. ഇപ്പോൾ തേങ്ങ അരച്ച് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലും പോരായ്മ തോന്നുകയാണെങ്കിൽ നമ്മൾ കാച്ചൊഴിക്കുന്ന സമയത്ത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഉപ്പ് നോക്കട്ടെ. അടിപൊളി. എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള പുളിയാണ്, അതായത് 2 തക്കാളി എന്ന് പറഞ്ഞത് എനിക്ക് കറക്റ്റാണ് കേട്ടോ. അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, ബാക്കി എരിവും പുളിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ കറി ഒന്ന് തിളപ്പിക്കാം. അതായത് നമ്മൾ തേങ്ങ ചേർത്തിട്ടുണ്ടല്ലോ, ആ തേങ്ങയുടെ ആ ഒരു പച്ചച്ചുവ ഒന്ന് മാറണം. അത് വരെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഇങ്ങ് കടുക് കാച്ചി ഒഴിക്കണം. അപ്പോൾ ഓവറായിട്ട് ഇങ്ങ് തിളപ്പിക്കാൻ പാടില്ല. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം തിളപ്പിക്കേണ്ട. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ അതിനുശേഷം അതിലോട്ട് കടുക് തളിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇപ്പോൾ എന്തെങ്കിലും എരി കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ പച്ചമുളക് മുറിച്ചിടാം. അതല്ല എന്നുണ്ടെങ്കിൽ കാച്ചുന്ന സമയത്ത്, അതായത് നമ്മൾ താളിക്കുന്ന സമയത്ത് അതിലോട്ട് കുറച്ച് മുളക് പൊടി ലാസ്റ്റ് ചേർത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ. തേങ്ങ അരച്ചതിന് പകരമായിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇതേപോലെ തന്നെ കട്ടി തേങ്ങാപ്പാൽ ചേർക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഓഫ് ചെയ്യുക. പിന്നെ ചില സൈഡിൽ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങയുടെ കൂട്ടത്തിൽ കൂടെ ചെറിയുള്ളി, ജീരകം, വെളുത്തുള്ളി ഒക്കെ ചേർക്കാറുണ്ട് പലരും അരയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മളെ സൈഡിലൊന്നും ചെറിയുള്ളിയും ജീരകവും വെളുത്തുള്ളിയൊന്നും ചേർക്കില്ല. നിങ്ങൾക്കിപ്പോൾ അതുപോലെയൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിൽ കൂടെ ഒരു ചെറിയുള്ളി, ഒരു വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, അതായത് ക്യുമിൻ സീഡ്സ് ഒക്കെ എല്ലാം കൂടി അരച്ച് ഇതിലേക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓരോ സൈഡ് പോകുന്നതോറും നമ്മുടെ കറികളിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യത്തിൽ മാറ്റങ്ങൾ വരും. അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. ഇപ്പോൾ നമ്മുടെ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് തിളപ്പിക്കേണ്ട. ഞാൻ പറഞ്ഞ പോലെ ഒരു 2 മിനിറ്റ് ഒക്കെ തിളച്ചാൽ മതിയാവും. അതിനുശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ കറി 2 മിനിറ്റ് തിളച്ചിട്ടുണ്ട് കേട്ടോ. അത് മതി. ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. നമുക്ക് ഇനി ഇതിലേക്ക് കാച്ചി ഒഴിക്കണം, അതായത് താളിച്ച് ചേർക്കണം. താളിക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാൻ അടുപ്പത്ത് വെക്കുക. അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ അളവ് കുറയ്ക്കുക കേട്ടോ. ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അതിലോട്ട് അങ്ങ് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് താളിക്കാം. ചൂടായിട്ടുണ്ട് എണ്ണ. അതിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് വറ്റൽമുളക് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം മാത്രം നമുക്ക് അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി വെള്ളം പോലെ ഇരിക്കും, പക്ഷെ തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് ആയിക്കോളും. ഒരുപാട് കട്ടയായി കഴിഞ്ഞാൽ തണുത്ത് കഴിഞ്ഞാൽ വീണ്ടും കട്ടയായിട്ട് മാറും. നമുക്കിതൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ലൂസ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് പകരമായിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും കേട്ടോ. ബാക്കിയൊക്കെ സെയിം തന്നെ ചെയ്യുക. അപ്പോൾ എനിക്ക് പക്ഷേ ഇച്ചിരി ലൂസായിട്ടുള്ള കറിയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടെ തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ പരിപ്പിട്ട് കുക്ക് ചെയ്താൽ മതി. ബാക്കിയൊക്കെ സെയിം പോലെ ചെയ്യുക. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഞാൻ അവസാനമായിട്ട്. അപ്പോൾ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. എൻ്റെ ലഞ്ചാണ്. അതിലേക്ക് നമുക്ക് കറി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മുരിങ്ങക്കായൊക്കെ ചപ്പി വലിക്കണം, പക്ഷേ ഇപ്പോൾ തൽക്കാലം ഞാൻ ചെയ്യുന്നില്ല. കഴിച്ച് നോക്കട്ടെ. ഇത് മാത്രമായിട്ട് കഴിച്ച് നോക്കട്ടെ. ഇത് സാലഡാണ്. അരേ വാ. അതായത് എന്താ ഞാൻ പറയാം, പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് പുളി, പെർഫെക്റ്റ് ഉപ്പ്, പെർഫെക്റ്റ് എരിവ്. അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചോറ് കഴിക്കാൻ നിൽക്കണ്ട. നമ്മൾ സാധാരണ ടേസ്റ്റുള്ള കറി വരുമ്പോൾ ഒരുപാട് അങ്ങ് ചോറ് കഴിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറിൻ്റെ അളവങ്ങ് കുറച്ച് കുറയ്ക്കുക. എന്നിട്ട് അത്യാവശ്യം നിറയെ വെജിറ്റബിൾസ് കഴിക്കാൻ ശ്രമിക്കുക. പൊരിയലാണെങ്കിലും തോരനാണെങ്കിലും മെഴുക്കുവരട്ടി ആണെങ്കിലൊക്കെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. ചോറ് വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ. ഇവിടെ ജാനാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് കംപ്ലീറ്റ് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ചേച്ചി എങ്ങനെയാണ്, ചേച്ചിയുടെ ഡയറ്റ് എങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം. ചോറ് കഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരുപാട് അങ്ങ് കഴിക്കുന്നത് കുറച്ച് കൊണ്ടുവരാം. ക്വാണ്ടിറ്റി അങ്ങ് കുറയ്ക്കുക. എന്നിട്ട് വെജിറ്റബിൾസും ഫിഷും ഒക്കെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസി പീസി ആയിട്ടുള്ള നമ്മുടെ തക്കാളി മുരിങ്ങക്കായ ഒഴിച്ചുകറി. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. എന്താ ഇവിടെ മാത്സ് ടെക്സ്റ്റും ബ്രേക്ക്ഫാസ്റ്റും. എന്താ ബ്രേക്ക്ഫാസ്റ്റ്? ആപ്പിൾ സ്മൂത്തി. എന്താ ചെയ്യാ, സാധാരണ വീട്ടിലെല്ലാം അമ്മമാരെ പഠിപ്പിക്കുക. ഇവിടെ
അമ്മ സൂപ്പർ സെലിബ്രിറ്റി ആയതുകൊണ്ട് പാവം അച്ഛൻ പഠിപ്പിക്കും. ചില വിഷയങ്ങൾ ഞാൻ പഠിപ്പിച്ച പോരാ, അച്ഛനും കൂടെ വേണം, എന്നാൽ മാത്രമേ ശരിയാവുള്ളൂ. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. അമ്മമാര് മാത്രമേ പഠിപ്പിക്കാൻ പാടുള്ളൂ. ആര് പറഞ്ഞേക്കുന്നത്? അമ്മമാര് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതെന്താ അങ്ങനെ? അച്ഛന്മാരും അതിന് തുല്യ മക്കളെ പഠിപ്പിക്കുന്നില്ല. അമ്മമാര് മാത്രല്ല, അച്ഛന്മാരും. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചു നിർത്തിയത് കണക്ക്, ചരിത്രം ഞാൻ പഠിപ്പിക്കുന്നില്ലേ. നല്ല അന്തസ്സായിട്ട് ഫ്രഞ്ച് റെവല്യൂഷൻ അതൊക്കെ വേറെ ഒരുമാതിരിപ്പെട്ട കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടുള്ള ചരിത്രം, ഭൂമിശാസ്ത്രം, സിവിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കില്ലേ. ലോകപരിചയമുള്ളത് പറഞ്ഞു കൊടുക്കും. കണക്ക് ഒരു എഞ്ചിനീയർ വീട്ടിലിരിക്കുമ്പോ പഠിപ്പിക്കുമ്പോ മക്കൾ എടുക്കുന്നത് വളരെ ലഘുവായിട്ട് ലൈറ്റ് ആയിട്ട് എടുക്കും. പക്ഷെ അച്ഛൻ കൂടെ നിന്ന് പഠിപ്പിക്കുമ്പോൾ അവർക്ക് ഒരു സീരിയസ്നെസ് വരും. താഴെയുള്ളവരെ മേലുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് അവരുടെ കാര്യം. അച്ഛന്മാർ കൂടെ ഉള്ളപ്പോ ഒരു ഇതുണ്ട്. അതാണ് അതുകൊണ്ടല്ലേ താങ്കളെ ഞാൻ ഏൽപ്പിച്ചത്, ദൗത്യം ഏൽപ്പിച്ചു കൊടുത്തത്.